പറഞ്ഞതുപോലെ തിരുവനന്തപുരം മാമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. NDRFന്റെ 30 അംഗ സംഘവും ഫയർഫോഴ്സും സ്കൂബ സംഘവുമാണ് രക്ഷാദൌത്യത്തിലിറങ്ങിയത്. മാലിന്യം നീക്കിയതിനു ശേഷം മാത്രമേ പരിശോധനകൾ നടത്താൻ കഴിയുകയുള്ളൂവെന്ന് NDRF കമാൻഡോ പ്രതീഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ ഈ മാലിന്യങ്ങൾ നീക്കുക എന്നുള്ളതേ ആദ്യം ചെയ്യാൻ പറ്റുള്ളൂ. മാലിന്യങ്ങൾ ഇത്രയും കിടക്കുന്നുണ്ട്, ബോഡി നമ്മൾ കിടന്നാലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഡീപ് ഡൈവേഴ്സിന് ആക്സസ് ഉണ്ടാക്കി ഒന്നും കൂടെ നമ്മളൊന്ന് ആദ്യം ഇവിടെ തന്നെ സെർച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. ആക്സസ് കിട്ടാൻ നമ്മൾ ഡീപ് ഡൈവേഴ്സിനെ ഇറക്കിയിട്ട് അവർക്കും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാലിന്യങ്ങൾ കിടക്കുമ്പോൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മാലിന്യങ്ങൾ മാറ്റിയിട്ടായിരിക്കും ആക്സസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഡീപ് ഡൈവേഴ്സിനെ ഇറക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. NDRF കമാൻഡോ പ്രതീഷിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവിടെ ഇപ്പോൾ അവർ രക്ഷാദൌത്യം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സ്ഥലത്ത് നിന്നും മാനസ കൂടി ചേരുകയാണ്. മാനസ, ഗുഡ് മോർണിംഗ്. ഏറെ ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകളാണ് കടന്നുപോയത്. ഇപ്പോൾ വീണ്ടും തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ മാലിന്യം മുഴുവനായി നീക്കം ചെയ്യാതെ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങാൻ അല്ലെങ്കിൽ കൂടുതൽ ഈ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ NDRF സംഘത്തിന്റെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 30 പേരടങ്ങുന്ന സംഘമാണ് ദൗത്യത്തിൽ ഉള്ളത്. NDRF സംഘം ഒപ്പം സ്കൂബ ടീമും കൂടി ചേർന്നുള്ള ഒരു സംയുക്ത ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. രാവിലെ 6:30 തന്നെ NDRF സംഘം ദൗത്യത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ NDRF കമാൻഡോ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഈ തോടിലുള്ള മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇനിയുള്ള പരിശോധനകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനായി ഈ മാലിന്യം നീക്കം ചെയ്യാനായി റോബോട്ടിക്സിന്റെ സംവിധാനം കൂടി ഉൾപ്പെടുത്തും. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ സ്കൂബ ടീം 40 മീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ടണലിന്റെ 40 മീറ്ററോളം സഞ്ചരിച്ചതാണ്. അവിടെ ഈ 40 മീറ്ററിന് ശേഷം ചെളി അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി പരിശോധനയ്ക്കായി നീങ്ങാൻ സാധിക്കില്ല. പരിശോധനയ്ക്കായി നീങ്ങുന്നതിന് മുന്നേ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ ഈ സുഗമമായ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് സംഘം അറിയിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മാൻഹോള് പരിശോധിച്ച് മാൻഹോളിനകത്ത് കഴിഞ്ഞ ദിവസം റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്തിരുന്നു. പ്ലാറ്റ്ഫോമിന് ഉള്ളിലുള്ള 3-ാം പ്ലാറ്റ്ഫോമിനും അതോടൊപ്പം തന്നെ 1-ാം പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള മാൻഹോളുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി വരെ പരിശോധിച്ചത്. അത് ഈ മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഇനി പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഇവിടെ ഫയർഫോഴ്സ് സംവിധാനം, പോലീസ് സംവിധാനം ഒക്കെയും സ്ഥലത്ത് ഉണ്ട്. നിലവിൽ ഈ സ്കൂബ ടീമുമായി ചേർന്ന് NDRF സംഘം ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. ആവശ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് സംവിധാനവും ഉൾപ്പെടുത്തും. ഒപ്പം സർക്കാർ അധികൃതർ ഇവിടെ തുടരുകയാണ്. അല്പസമയം മുൻപ് സംഭവ സ്ഥലത്ത് തന്നെ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഈ മേയർ ആര്യ രാജേന്ദ്രൻ അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് തുടരുകയായിരുന്നു. വീണ്ടും ഈ ഒരു രക്ഷാദൗത്യം തുടരുന്ന ഈ സാഹചര്യത്തിൽ അധികൃതരും സ്ഥലത്ത് തുടരുകയാണ്. ഒപ്പം തന്നെയാണ് ഈ മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം മാൻഹോളുകളിലേക്ക് ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് വീണ്ടും മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. ശേഷം ആകും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് ഈ മാൻഹോളിന്റെ അകത്ത് പരിശോധന അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി അതും കൂടെ പരീക്ഷിക്കും എന്നാണ് നേരത്തെ NDRF സംഘം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും NDRF സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനിയുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ 40 മീറ്റർ സഞ്ചരിച്ച സാഹചര്യത്തിൽ ഈ മാലിന്യം നീക്കി ആ ചെളി കൂടി മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ പരിശോധന തുടരാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഈ മാൻഹോൾ, ഈ റെയിൽവേ ട്രാക്കിനകത്തുള്ള മാൻഹോളിൽ ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള പരിമിതികളുണ്ട്. നിലവിൽ അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരാൾക്ക് നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാവുന്ന സാധ്യതയാണ് അവിടെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അത് തന്നെ ഇന്നും തുടരും എന്നാണ് അറിയാൻ സാധിച്ചത്. ഒപ്പം അകത്തെ ദൃശ്യങ്ങൾ കാണാവുന്ന വിധത്തിലുള്ള ഒരു റോബോട്ടിക് സംവിധാനം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ രക്ഷാദൗത്യം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് NDRF സംഘമുള്ളത്.
മനസ ഇപ്പോൾ വളരെ ശ്രമകരമായി തന്നെ ഈ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. 30 അംഗ സംഘമാണ് അവിടെ ഉള്ളത്. ഈ കാലാവസ്ഥ പ്രതികൂലമാകുമെന്നൊരു ഭീതി അവർക്കുണ്ടോ? കാരണം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ ഇന്നലെയും മഴ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ തടയാനുള്ള നീക്കങ്ങളും അതിനുള്ള നടപടികളും അവിടെ ഉണ്ടോ? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചത് പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ഉണ്ടായ ഈ അടിയൊഴുക്കിലാണ് ജോയി പെട്ടത് എന്നാണ് ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ ദൃക്സാക്ഷികളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു അല്ലെങ്കിൽ തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം മഴ മുന്നറിയിപ്പ് ഉണ്ടായ ഈ ദിവസങ്ങളിലും മഴ ഇപ്പോൾ നിലവിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം രക്ഷാദൗത്യത്തിന് അത് ഏറെ പ്രയോജനപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലുമാണ്. ഈ ഒരു അന്തരീക്ഷം കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ രക്ഷാദൗത്യത്തിന് അത് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 7 മണിക്ക് തുടങ്ങാം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം NDRF സംഘം അറിയിച്ചിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ 6:30 തന്നെ സംഘത്തിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് സംഘമുള്ളത്. ഒപ്പം ഈ സ്കൂബ ഡൈവിൻ്റെ സംഘവും ടീമിൽ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സ് സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്. ഈ മാലിന്യം ആദ്യഘട്ടത്തിൽ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് പ്രധാനമായും ആരൊക്കെ വന്നിട്ടുണ്ട്? ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടേക്ക് എത്തുമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനപ്രതിനിധികളുമൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും അല്പസമയം മുൻപാണ് ഈ രക്ഷാദൗത്യം തുടങ്ങി. പെട്ടെന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ ജെറോം ജോർജും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. NDRF സംഘവുമായി അവർ സംസാരിക്കുകയാണ്. അതിൻ്റെ ഈ അധികൃതരുടെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ NDRF സംഘം പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ സ്ഥലത്ത് ജില്ലാ കളക്ടർ തുടരുകയാണ്. ഈ രക്ഷാദൗത്യത്തോടൊപ്പം കഴിഞ്ഞ ദിവസവും ഇപ്പോൾ 20 മണിക്കൂർ പിന്നിടുകയാണ്. സംഭവം നടന്ന് 20 മണിക്കൂർ പിന്നിടുമ്പോഴും അധികൃതരും അതോടൊപ്പം തന്നെ സംഘവും ഒന്നിച്ചു ചേർന്നുള്ള ഈ ഒരു രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. നമുക്കറിയാം ഈ ആമഴഞ്ചാൻ തോടിലെ മാലിന്യങ്ങൾ അതോടൊപ്പം തന്നെ മഴ പെയ്താൽ നിറയുന്ന ഒരു സാഹചര്യം റെയിൽവേ പരിസരം തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ തന്നെ ഈ രക്ഷാദൗത്യത്തിനുള്ള നടപടിക്രമങ്ങളൊക്കെയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി നിശ്ചിത പരിധിക്ക് ശേഷം ഈ ഗ്രില്ല് ഇട്ട് അടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമുള്ള ഇടങ്ങളിലാണ് ഈ സ്കൂബ ടീമും പരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ 40 കിലോമീറ്ററിന് ശേഷം ആയിരിക്കും ഒരുപക്ഷെ ജോയിയെ കണ്ടെത്താൻ സാധിക്കുക എന്ന ഒരു സാധ്യത കൂടി NDRF സംഘം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ 40 കിലോമീറ്റർ നല്ല രീതിയിൽ തന്നെ ഈ മാലിന്യങ്ങൾ എടുത്ത് സുഗമമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് NDRF സംഘം ഉള്ളത്. ഏതായാലും അവരുടെ നടപടിക്രമങ്ങളൊക്കെയും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് NDRF സംഘം ഈ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു ശ്രമത്തിന് ഫലം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. പ്രിയ മനസ, ഇപ്പോൾ ഇവരുടെ രക്ഷാദൗത്യം നടത്തുന്ന ടീമിൻ്റെ ഒക്കെയുള്ള ഒരു പ്രതീക്ഷ എന്താണ്? ഈ ഒഴുക്കുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊപ്പം തന്നെ ഒരാൾക്ക് പോകാനുള്ള വലിപ്പം മാത്രമേ അവിടെ ഉള്ളൂ. മാൻഹോളിൻ്റെ ആ വലിപ്പം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ നമ്മൾ കേട്ടതാണ്. ഈ ജോയി ഇപ്പോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയി എങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഇവർ കരുതുന്നത്. ആ ദിശയിലേക്കുള്ള ആ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന അത്തരത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാൻഹോളിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരാൾക്ക് പോകാനുള്ള പരിമിതികൾ ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 7:30 ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ സംഘം പരിശോധന നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കാലാവസ്ഥ പകൽ സമയങ്ങളിൽ നടത്തുന്ന ആ ഒരു പരിശോധന സ്കൂബ
ടീമിന് രാത്രിയിൽ നടത്താൻ സാധിക്കില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് രാത്രി 7:30യോടുകൂടി സ്കൂബ ടീമിൻ്റെ പരിശോധന നിർത്തിവെച്ചു. ശേഷം ഈ മാൻഹോളിനകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു പ്രധാന കാര്യം. ഏതായാലും ഈ റോബോട്ടിക് സംവിധാനം, ജെൻ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് വളരെയധികം മാലിന്യങ്ങൾ തന്നെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് അധികൃതർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ തടസ്സം, ഈ മാലിന്യങ്ങളായിരുന്നു വലിയൊരു പ്രതിസന്ധി. ആ ഒരു തടസ്സത്തിന് ഏകദേശം കുറവ് വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എങ്കിൽ കൂടിയും ഈ 40 കിലോമീറ്റർ എന്നാണ് ഇപ്പോൾ ഇന്നലെ സഞ്ചരിച്ച സ്കൂബ ടീമും ഒപ്പം ഇന്ന് വന്നിരിക്കുന്ന NDRF സംഘവും പറയുന്നത് ഈ 40 മീറ്റർ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം, അതായത് ചളി നിറഞ്ഞിട്ടുണ്ട് 40 മീറ്ററിന് ശേഷം, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് ആദ്യം മാലിന്യം നീക്കം ചെയ്യുകയാണ് വേണ്ടത്. മാലിന്യം നീക്കം ചെയ്തതിന് ശേഷം പരിശോധന തുടരും. സ്കൂബ ടീമും ഒപ്പം NDRF സംഘവും ഒരുമിച്ച് ചേർന്ന് പരിശോധന തുടരും. അതോടൊപ്പം തന്നെ ഈ റോബോട്ടിക് സംവിധാനവും ഉൾപ്പെടുത്തും. ഈ റോബോട്ടിക് സംവിധാനത്തിൻ്റെ ഉപയോഗത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് റോബോട്ടിക് സംവിധാനം ഇന്നും ഉൾപ്പെടുത്തുമെന്ന് NDRF സംഘം അറിയിച്ചത്. ഒപ്പം തന്നെയാണ് മറ്റൊരു റോബോട്ടിക് സംവിധാനത്തിൻ്റെ സഹായത്തിൽ ഉൾവശം കാണുന്ന വിധത്തിൽ ക്രമീകരിക്കും എന്ന സാധ്യത കൂടി കണക്കാക്കുന്നത്. അപ്പോൾ ഈ മാൻഹോളിനകത്ത് കയറാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഈ സ്കാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾവശം കാണാൻ പാകത്തിലുള്ള റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോയിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം നടക്കുന്നത്. കനത്ത മഴയിൽ നല്ല അടിയൊഴുക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തൊഴിലാളികളും ഒപ്പം പ്രദേശവാസികളും പറയുന്നത്. ഈ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറി പെട്ടെന്ന് കരയിലേക്ക് കയറാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് കാൽ വഴുതി വെള്ളത്തിൻ്റെ ഒഴുക്കിനൊപ്പം ജോയി പോവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും പറഞ്ഞത്. ആ ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ട്രാക്കിനകത്തുള്ള ഈ മാൻഹോളും ഒപ്പം ടണൽ പോകുന്ന വഴിയും പരിശോധിച്ചത്. എങ്കിൽ കൂടിയും ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് ആ പരിശോധനയ്ക്കും ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം ഈ ടണൽ പോകുന്ന വഴികളുടെ ഘടന അല്ലെങ്കിൽ ഈ മാൻഹോളിൻ്റെ ഘടന ഘടനയിൽ റെയിൽവേക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. അതും അല്പസമയത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണമായി. എങ്കിൽ കൂടിയും പരിശോധിക്കാൻ പറ്റുന്ന ഈ റെയിൽവേ ട്രാക്കിലുള്ള 3 മാൻഹോളുകളും പരിശോധിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം. പെട്ടെന്ന് തന്നെ വേണ്ട നടപടികളൊക്കെയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള മാലിന്യം നീക്കം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ NDRF സംഘത്തിന് പെട്ടെന്ന് തന്നെ ഈ ഒരു മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ള പരിശോധനകൾ നടത്തി ഈ ഒരു സ്കൂബ ഡൈവിൻ്റെ കൂടി സഹായം തേടിയതിന് ശേഷം പരിശോധനകൾ പുരോഗമിക്കും എന്നാണ് നിലവിൽ NDRF സംഘം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അത് തന്നെ ആയിരിക്കും തുടരുക എന്ന് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും നിലവിൽ ലഭിക്കുന്നത്. ഇന്നലെ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങളുടെ പ്രശ്നങ്ങൾ അത് മേയർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് ട്രാക്കിൽ ഈ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങളൊക്കെ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില വാഗ്വാദങ്ങൾ അവിടെ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. നഗരസഭയും റെയിൽവേ അധികൃതരും തമ്മിൽ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പോൾ പരിസമാപ്തി ആയിട്ടുണ്ടോ? റെയിൽവേ ഇപ്പോൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്? തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നുമുള്ള ഈ ഒരു പ്രതികരണമില്ലായ്മ അല്ലെങ്കിൽ മൗനം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചത്. സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അധികൃതരാരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം രാത്രി ഒരു 7 മണിയോടെയാണ് ദക്ഷിണ റെയിൽവേ മേധാവി സ്ഥലം സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ചതാണ്. കോർപ്പറേഷൻ
കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ടുകൂടി ഈ റെയിൽവേ ഭാഗത്തു നിന്നുള്ള ഈ മാലിന്യം നീക്കം ചെയ്യാൻ അവർ സമ്മതിക്കുകയോ അല്ലെങ്കിൽ റെയിൽവേ അതിനൊരു സംവിധാനം ഏർപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തൊക്കെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി, മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണത്തിലും അത് തന്നെയാണ് വ്യക്തമായത്. ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള കാര്യത്തിൽ കോർപ്പറേഷനുമായി സഹകരിക്കാൻ ഒരിക്കലും റെയിൽവേക്ക് വിമുഖത ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ മാലിന്യം ഇങ്ങനെ കുന്നുകൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഏറെ നാളത്തെ മാലിന്യം ഉള്ളതിനാൽ തന്നെയാണ് രക്ഷാദൗത്യവും ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാൻഹോളിൻ്റെ ഘടനയിലും അവർക്ക് വ്യക്തതയില്ല. ഏതൊക്കെ രീതിയിലാണ് ഈ ടണൽ പോയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വഴികളൊന്നും തന്നെ റെയിൽവേക്ക് കാര്യമായ ധാരണയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ചോദിക്കുമ്പോഴും അവർക്ക് വ്യക്തമായ ഉത്തരം നൽകാനില്ല. ഇതൊക്കെയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചത്. എങ്കിൽ കൂടിയും അതിനിടയിലും തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് രക്ഷാദൗത്യം പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു നഗരസഭ അധികൃതരും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും എന്ന് തന്നെയാണ് കാണാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഏറെ നീണ്ടുനിന്ന പരിശോധന 7:30 ഈ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. സ്കൂബ ഡൈവിങ്ങിൻ്റെ ആ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും പരിശോധന നിർത്തിവെച്ചപ്പോഴും മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമം തുടരുന്നു. അതിന് വലിയൊരു സംവിധാനം തന്നെ റോബോട്ടിക് സംവിധാനം കൊണ്ടുവരുന്നു. ശേഷം അത് NDRF സംഘം വന്നതിന് ശേഷം ഒരു മാലിന്യം നീക്കം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം 3 മണി വരെയായിരുന്നു റെയിൽവേ അനുവദിച്ച സമയം. കാരണം അവർക്ക് ട്രാക്കിൽ ചില നടപടിക്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിക്ക് ട്രാക്ക് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ രാത്രി താൽക്കാലികമായി നടപടിക്രമങ്ങൾ നിർത്തിവെച്ചു. ശേഷം രാവിലെ 7 മണിക്ക് സംഘം ദൗത്യം തുടങ്ങുമെന്ന് പറയുന്നു. എങ്കിൽ കൂടിയും 7 മണിക്ക് മുന്നേ അരമണിക്കൂർ മുൻപ് തന്നെ സംഘം ദൗത്യത്തിനായി ഇറങ്ങുന്നു. NDRF സംഘവും ഒപ്പം സ്കൂബ ടീമും ഇപ്പോൾ 20 മണിക്കൂർ പിന്നിടുന്നു. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയാണ്. ഒട്ടും തളരാതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കുക, ജോയിയെ കണ്ടെത്തുക എന്ന ഒരു കാര്യം മാത്രമാണ് ഈ അധികൃതരുടെ മുന്നിലും ഒപ്പം ഈ ദൗത്യ സംഘത്തിന് മുന്നിലുമുള്ളത്. തീർച്ചയായും എന്തായാലും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വളരെ ആശ്വാസകരമായ കാര്യമാണ് എന്ന് പറയട്ടെ. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയില്ലാത്തൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യം നടത്തുന്ന ടീമിന് അത് ഏറെ സഹായകരമാണ്. എന്തായാലും ജോയിയെ കണ്ടെത്താനുള്ള ശ്രമം വളരെ കഠിനമായി തന്നെ മുൻപോട്ട് പോവുകയാണ്. തെരച്ചിലിനെ റോബോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാദൗത്യമാണ് അവിടെ തുടരുന്നത്. 30 അംഗ NDRF സംഘം അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മാലിന്യം ഇപ്പോൾ പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമേ കൂടുതലായി ഈ ദൗത്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മാലിന്യം നീക്കുക എന്ന ശ്രമം, അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം കൂടുതൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ആണ് ജോയിയെ അമീരഞ്ചാൻ തോട്ടിൽ കാണാനാവുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. നഗരസഭയുടെയും മറ്റും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടപടികളാണ് അവിടെ നടന്നത്. ഇന്നലെ രാത്രി വൈകിയും ആ തെരച്ചിൽ നീണ്ടു. പിന്നീട് പ്രതികൂല സാഹചര്യമായതുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ നടപടികളാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് രാവിലത്തേക്ക് അത് മാറ്റിയത്. ഇപ്പോൾ 7 മണിയോടുകൂടി തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ തെരച്ചിൽ തുടരുകയാണ്. നമുക്ക് ഏറെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അത് ലക്ഷ്യത്തിൽ തന്നെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് തത്സമയം മാനസയും നൽകിക്കൊണ്ടിരിക്കുന്നത്.